ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു എലിഫൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു കുഞ്ഞു വെക്കിള. പക്ഷേ ഒരു കുഞ്ഞു വെക്കിള എന്നുള്ളത് നമ്മൾ അകത്ത് കയറുമ്പോൾ ഇപ്പോൾ ഉള്ള എല്ലാവരെയും വിറപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ്. വേണം എൻ്റെ ഒരു കുഞ്ഞ് ആനക്കുട്ടീനെ ഇട്ടുകൊണ്ട് പോവാം. ദിസ് ഇസ് എ ബിഗ്. പിന്നെ ഡസ്റ്ററിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അതാണ്ട് ഇത് കംപ്ലീറ്റ്ലി കൈയൊന്ന് വെച്ച് നോക്കിയാൽ സെൽറ്റോസും ക്രെറ്റയും ഒക്കെ നമ്മുടെ ഈ മാർക്കറ്റ് വാഴുന്നതിന് മുമ്പ് പണ്ട് ഒരു കാർ ഉണ്ടായിരുന്നു. ഈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തൊരു കാർ, റിനോൾട്ടിൻ്റെ ഡസ്റ്റർ. 2012 ഇയറിൽ നിങ്ങൾക്ക് പലർക്കും ഓർമ്മ കാണും. അപ്പം എനിക്കൊന്നും ആ സമയത്ത് അത്ര ഓർമ്മയില്ല, പക്ഷേ വി നോ ദാറ്റ് പർട്ടിക്കുലർ ലെജൻഡ്. 2012 ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കാറുകൾ, അതായത് ബേസിക് ആയിട്ടുള്ള നല്ല യാത്രാസുഖമുള്ള വണ്ടികൾ. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റഗഡ് ആയിട്ടുള്ള SUV കോൺസെപ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് റിനോ പുതിയൊരു കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്തെന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ പുതിയൊരു കോൺസെപ്റ്റ് ഇന്നോവേറ്റ് ചെയ്തെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഉള്ള ഒരു കോമ്പാക്ട് SUV എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ്, അതാണ് നമ്മുടെ റിനോൾട്ടിൻ്റെ ഡസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു SUVയുടെ എല്ലാവിധ റഗഡ്നെസ്, അതായത് വളരെയധികം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്, ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു, പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിൽ അവൈലബിൾ ആയിരുന്നു. വളരെ ടോർക്കായിട്ടുള്ള, വളരെ റഫായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ റിനോൾട്ട് അന്ന് ലോഞ്ച് ചെയ്ത അവരുടെ ഡസ്റ്റർ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനൊക്കെ പുറമെ, അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റിനൊക്കെ പുറമെ ഒരു കാറിന് വേണ്ട യാത്രാസുഖവും വളരെയധികം കംഫർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടായിരുന്നു അവരന്ന് വണ്ടി ലോഞ്ച് ചെയ്ത്. ഒരൊറ്റ കൊല്ലം കൊണ്ട് 40,000 യൂണിറ്റ് അവർ സെല് ചെയ്തു 2012. ജസ്റ്റ് ഇമാജിൻ ദ നമ്പേഴ്സ്. ഒരൊറ്റ ഇയറും കൊണ്ട് ആ ഒരു ഹ്യൂജ് നമ്പേഴ്സിലേക്ക് അവർക്ക് എത്താൻ പറ്റി. 2012 തൊട്ട് ഏകദേശം 2022 വരെ ഡസ്റ്റർ അവൈലബിൾ ആയിരുന്നു നമ്മുടെ മാർക്കറ്റിൽ. എനിക്ക് തോന്നുന്നു ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ യൂണിറ്റുകൾ അവർ സെല് ചെയ്തു. ഈ ഒരു പർട്ടിക്കുലർ ടൈം, അതായത് റിനോൾട്ട് എന്ന് പറയുന്ന കമ്പനീനെ ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയധികം ഗ്രാബ് കൊടുത്ത ഒരു മോഡലാണ് നമ്മുടെ ഡസ്റ്റർ എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇന്ന് ഇവൻ്റെ പുതിയൊരു മോഡൽ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി മോഡേണൈസ് ചെയ്ത് ഇപ്പോൾ ഉള്ള എല്ലാവരെയും വിറപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഡസ്റ്റർ എന്നുള്ളൊരു നെയിം ബാഡ്ജ് അടിപൊളിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കുമ്പം നേരത്തെ കണ്ടിട്ടില്ലാത്ത പോലെ ഇവിടെ ഒരു ക്യാമറയും ഇവിടെ കുറേ സെൻസറുകളൊക്കെ കാണുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അഡാസ് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ വളരെയധികം ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണ് നമ്മുടെ ഡസ്റ്ററിന് വരുന്നത്. വളരെയധികം നമുക്ക് ഓഫ് റോഡ് ആംഗിൾ വേണ്ടിയിട്ട്, അതായത് ഓഫ് റോഡിങ് കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് ഇവൻ്റെ ഫ്രണ്ട് ബമ്പർ ഡിസൈൻ ചെയ്യുന്നത്. അതായത് നമ്മൾ കൊണ്ട് ഇടിക്കുമ്പോൾ മൂക്കുത്തി ഇടിക്കരുത്, സെയിം തിങ്. ഒരു 3 കളർ ഷെയ്ഡിലാണ് ഇവൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഈ ലെറ്ററിംഗ് ഒക്കെ എന്ത് ഭംഗിയാണെന്ന് നിങ്ങൾ നോക്കി. ഇവിടെ ദാണ്ട് ഗൺമെറ്റൽ ഗ്രേ കൊടുത്തിട്ടുണ്ട്, പിയാനോ ബ്ലാക്ക് ഉണ്ട്. ബേസിക് ഇവൻ്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രീൻ കളറുമാണ് ഇതിന് വരുന്നത്. നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ കാണുന്ന പോലെ 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ഡസ്റ്ററിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് ഇവന് കോമ്പറ്റീഷൻ വന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇവർ അപ്ഡേറ്റ് ആയിട്ടില്ലായിരുന്നു. അതായത് ഇൻറ്റീരിയർ ആണെങ്കിലും ഫീച്ചർ വൈസ് ആണെങ്കിലും കുറേയധികം ഔട്ട്ഡേറ്റഡ് ആയി പോയായിരുന്നു ഡസ്റ്റർ ആ ഒരു 2022 കാലഘട്ടം ആയപ്പോഴത്തേക്കും. പക്ഷേ ഇന്ന് ഈ ഒരു സമയത്ത് ഈ ഒരു സെഗ്മെൻറ്റ് വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ കണ്ടുകഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചെന്നൈയിലുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി, ഇതൊരു കാറിൻ്റെ ലോഞ്ചാണോ എന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇവൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇത് ഭയങ്കര ഐക്കോണിക് ആയിട്ട് ഭയങ്കര ഒരു ലെജൻഡ് തിരിച്ചു വരുന്ന രീതിയിൽ തന്നെയാണ് ഇവൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു എലിഫൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഹൈബ്രിഡ് എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോ? ഹൈബ്രിഡ് എഞ്ചിനോട് കൂടിയിട്ടാണ് റിനോൾട്ട് വന്നേക്കുന്നത്. ഒരു 1.8 ലിറ്ററിൻ്റെ ഹൈബ്രിഡ് എഞ്ചിൻ, ഏകദേശം ഒരു 1.4 kWh ബാറ്ററി പാക്കും വരുന്നുണ്ട്. എഞ്ചിൻ ഓപ്ഷനെ കുറിച്ച് പറയുന്നത് 3 എഞ്ചിൻ ഓപ്ഷനിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒന്നൊരു എനിക്ക് തോന്നുന്നത് 1.3 ആണ്, ഏത് സിലിണ്ടറാണ് ലിറ്റർ ആണെന്ന് അവർ പറഞ്ഞില്ല. ഒരു എഞ്ചിനുണ്ട് 163 PS പവറും അതുപോലെ തന്നെ 250 Nm ടോർക്കും വരുന്ന ടർബോ പെട്രോൾ. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണത്. അത് ഇവന് വരുന്നുണ്ട്. രണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണെന്ന് തോന്നുന്നു. അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. 2 ടർബോ എഞ്ചിനും ഒരു ഹൈബ്രിഡ് എഞ്ചിനാണെന്നാണ് ഇവർ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുന്നത്. അതിൽ ഇപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ആഡ് ചെയ്യും. ഇനി ഇവൻ്റെ ബാക്ക് പ്രൊഫൈലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല കംപ്ലീറ്റ്ലി ഫ്രണ്ടിനോട് ചേർന്ന് പോകുന്ന രീതിയിലാണ് ഇവൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് ഇവന് ഡിസൈൻ ചെയ്തേക്കുന്നത് നോക്കി. അതായത് ഒരു കണക്റ്റഡ് ലാംപ്സ് അതിലൂടെ പോകുന്നുണ്ട്. 3 കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ആ ഒരു റഫ്നെസ് അല്ലെങ്കിൽ റഗഡ്നെസ് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലുള്ള ഡിസൈനിങ് വന്നിട്ടുണ്ട്. ഇന്ന് ഗാങ്സ് ഓഫ് ഡസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വളരെയധികം അപ്രീസിയേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു വലിയ എലിഫൻ്റ് ഉണ്ട്. അതായത് ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ ടെയിൽ ഗേറ്റ് ആണ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഡസ്റ്റർ എന്ന് പറഞ്ഞ ലെറ്ററിങ് വരുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും ദിസ് ഇസ് എ ബിഗ് എലിഫൻ്റ്. വേണം എൻ്റെ ഒരു കുഞ്ഞ് ആനക്കുട്ടീനെ ഇട്ടുകൊണ്ട് പോകാം. എന്നെയല്ല, ശരിക്കുള്ള ആനക്കുട്ടീനെ ഇട്ടുകൊണ്ട് പോകാം. ഏകദേശം 700 ലിറ്ററോളം ബൂട്ട് സ്പേസ് താണ്ട് ഈ ഡസ്റ്ററിന് വരുന്നുണ്ട്. അതായത് ഇവിടെ തൊട്ട് നമ്മൾ ഇവിടം വരെ നോക്കിക്കഴിഞ്ഞാൽ 700 ലിറ്റർ ഈ സെഗ്മെൻറ്റിലെ തന്നെ ബെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയധികം ബൂട്ട് സ്പേസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കൈയൊന്ന് വെച്ച് നോക്കിയാൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. കൈ വിരളൊന്നും വെക്കുന്നില്ല, ഞാൻ മൊത്തത്തിലുള്ള ശരീരമാണ് വെച്ച് നോക്കിയത്. എന്താണെങ്കിലും അതും പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്.
ഇനി സൈഡ് പ്രൊഫൈൽസിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ തന്നെ മുകളിൽ ഡസ്റ്റർ എന്നുള്ള റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ഡസ്റ്റർ എന്നുള്ള ലെറ്റർ കൊടുത്തിട്ടുണ്ട്. എന്ത് രസമാണെന്ന് നോക്കി, ഇവിടെ പോലും ഇവൻ്റെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് ഉണ്ടല്ലോ, അതാണ്ട് സ്പോയിലറിലേക്ക് ത്രൂട്ട് പോകുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. റിനോൾട്ട് എന്നുള്ള ഇവൻ നമ്മുടെ ടെയിൽ ഗേറ്റിൻ്റെ അകത്ത് വരെ റിനോൾട്ട് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡോർ ജസ്റ്റ് ഒന്ന് അടച്ചു നോക്കാം, അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇവരിപ്പോൾ 5 സ്റ്റാർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് 5 സ്റ്റാർ ആണെന്ന് പറഞ്ഞില്ല, പക്ഷേ ബിൽഡ് ഫോർ 5 സ്റ്റാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് ദാണ്ട് മിററിൻ്റെ മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പണ്ട് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഒരു ഡസ്റ്ററിൻ്റെ ഒരു സൈഡ് ഷേപ്പ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. താഴെ ഒരു ഗ്രാഫിക്സ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ കാണുന്ന പോലെ ഫ്ലഷ് ഡോസ് ഒന്നും അല്ല, അതാണ്ട് നോർമൽ ഒരു ഡോർ ഹാൻഡിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ അവിടെയാണ്. അതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഒരു പെയിൻ ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഐക്കോണിക് ആയിട്ടുള്ളൊരു ഡസ്റ്റർ ഐക്കോണിക് അല്ലെങ്കിൽ ആ ഒരു നോർമൽ ഐക്കൺ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, 17 ഫീച്ചറിൻ്റെ അഡാസ് വരുന്നുണ്ട്, പുതിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഗൂഗിൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത്, ലൈക്ക് എവറിത്തിങ് ഗൂഗിൾ മാപ്സ് ആൻഡ് എവറിത്തിങ് കംസ് ആ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ തിരക്ക് കഴിയുമ്പോൾ നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം. ഇതാണ് ഇവൻ്റെ ഒരു ഡോർ പാഡ് വരുന്നത്. ഇവിടെ സൺഷെയ്ഡും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇവിടെ കുറച്ച് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ ഇത് പഴയ ഒരു സ്റ്റൈൽ ഡോർ ഹാൻഡിൽ തന്നെയാണ്, പക്ഷേ തന്നെ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യും. പവർ വിൻഡോസ് ആണ് ഓഫ് കോഴ്സ് വരുന്നത്. പിന്നെ ഡസ്റ്ററിൻ്റെ ഐക്കോണിക് ആയിട്ട് തന്നെ നമ്മൾ കയറുമ്പോൾ കണ്ടോ, ഇത്രയും ഹൈറ്റിലാണ് ഇവൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഇരിക്കുന്നത്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവൻ്റെ ഒരു ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഡോറൊക്കെ നിങ്ങൾ അടച്ച് കാണിച്ചല്ലോ, ഇവിടെ ടോക്ക് ചെയ്യുന്നുണ്ട്, ഒത്തിരി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീറ്റ്സിലിരിക്കുമ്പോൾ ദാണ്ട് അത്യാവശ്യം ലെഗ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ദാണ്ട് 2 ചാർജറിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. AC വെൻസ് ആണ് ഇവിടെയാണ് വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു നടുക്കത്തെ ആ ഒരു തള്ള് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പ്രോപ്പർ ഒരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ദാണ്ട് ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. പനോറമിക് സൺറൂഫ് ആയതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ആക്ച്വലി ഒരു കുഞ്ഞു വെഹിക്കിളാണ്, പക്ഷേ ഒരു കുഞ്ഞു വെഹിക്കിൾ എന്നുള്ളത് നമ്മൾ അകത്ത് കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇൻ ടേംസ് ഓഫ് ഡൈമെൻഷൻസ്. മൊത്തത്തിൽ വേണ്ട ബാക്ക് സീറ്റ് കൊള്ളാം. ഇനി മെയിൻലി നമുക്ക് നോക്കേണ്ടത് ആ ഒരു ഫ്രണ്ട് സീറ്റിൻ്റെ ഒരു പ്രൊവിഷനും അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ എഞ്ചിൻ ഓപ്ഷൻ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ തൻ്റെ പുള്ളിനൊക്കെ ഓടിച്ചു വിട്ടിട്ട് തൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഡസ്റ്ററിൻ്റെ ഒരു അപ്ഡേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. തണ്ട് ഇവിടെ ഡോർ പാഡ് വരുമ്പോൾ ഇവനൊരു കാർബൺ ഫൈബർ ഫിനിഷ് പോലത്തെ ഒരു മെറ്റൽ കൊടുത്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു കാർബൺ ഫൈബർ, പക്ഷേ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇവിടെ തൻ്റെ ഡസ്റ്ററിൻ്റെ ഒരു ഐക്കോണിക് നല്ല രസമായിട്ട് ഒരു സ്റ്റിച്ചിങ് അതിലൂടെ പോയിട്ടുണ്ട്. അത് തൻ്റെ ത്രോട്ട് കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് ഒരു ഡസ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് നമ്മൾ കാണുന്ന പോലെ 3 ഷെയ്ഡാണ് വരുന്നത്. നമ്മുടെ സീറ്റ്സ് വരുമ്പോൾ തൻ്റെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും തൻ്റെ ഒരു വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ദിസ് ഈസ് ലൈക്ക് എ ബിഗർ എലിഫൻറ്റ് റൈറ്റ് നോ. ഇതിൽ അവർ ഇത്തവണ ഗൂഗിൾ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഗൂഗിൾ മാപ്പിനും വേറെ ഒന്നിനും വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഒന്നും കണക്ട് ചെയ്യേണ്ട, എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡസ്റ്ററിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അതാണ്ട് ഇത് കംപ്ലീറ്റ്ലി ടച്ച് അല്ല, ഇവർ ഇതാണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് രസമാണെന്ന് നോക്കി. ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നത് ഭയങ്കര ഇത് 100% ഉറപ്പാട്ടോ സെയിൽസ് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്കകത്ത് കയറുമ്പം. രണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, ഈ ഷിഫ്റ്റർ നോക്കിയടാ, എന്ത് രസമാടാ, എന്ത് ക്വാളിറ്റി ഇതിന് ഫീൽ ചെയ്യുന്ന നോക്കി. ഇത് നോക്കി എന്ത് ക്വാളിറ്റിയാണ് ഇതിന് ഫീൽ ചെയ്യുന്ന നോക്കിയതുണ്ട്. പാക്ക് ബട്ടൺ ഇവിടെ ദാണ്ട് വയർലെസ് ചാർജർ വരുന്നുണ്ട്, 17 ഫീച്ചേഴ്സിൻ്റെ അഡാസ് വരുന്നുണ്ട്, 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, ദാണ്ട് വലിയ സൺറൂഫ് വരുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ഈ ലൈറ്റ്സ് ഒക്കെ ഇതിപ്പോൾ ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ഓണാക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് ഇരുന്നത്. ഇന്ന് നമുക്ക് ഡ്രൈവർ സീറ്റ് കയറി ഇരുന്നിട്ട് അതിൻ്റെ ഒരു ഫീച്ചേഴ്സിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റും. എന്ത് രസമായിട്ടാണ് അവർ ഈ ഒരു കോക്പിറ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. വളരെ വലിയ, ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് വെട്ടം അടിക്കുന്നതിന് അത്ര ക്വാളിറ്റി കിട്ടുന്നില്ല, അതിൻ്റെ നല്ല നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. പുതിയൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എന്ത് രസമാണത് കാണാൻ നോക്കി. അപ്പോൾ നമ്മളിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 3 എഞ്ചിൻ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. 2 ടർബോയും ഉണ്ട്. മൂന്നാമത് ടർബോ പ്ലസ് ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഏകദേശം ഒരു 1.8 1.4 kWh ബാറ്ററി പാക്ക് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിലേ നല്ല ഇപ്പോൾ ഉള്ള ഹൈബ്രിഡിലെ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അത് വളരെയധികം എക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. മാർച്ചിൽ ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യും. അതായത് ഏപ്രിലോട് കൂടി ടർബോ പെട്രോളുകൾ ഡെലിവറി തുടങ്ങും. ഇനിയിപ്പോൾ നമ്മൾ ദീപാവലിയോട് കൂടി നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റങ്ങൾ ഡെലിവറി തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ 5 സ്റ്റാർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ബിൽഡ് ചെയ്തേക്കുന്നത്. മോസ്റ്റ് പ്രോബ്ലി 5 സ്റ്റാർ സേഫ്റ്റിയും വരുമായിരിക്കും. വലിയ അലോയ് വീൽസാണ്, സൈഡ് പ്രൊഫൈലൊക്കെ നല്ല രസമായിട്ടുണ്ട്. അടിപൊളി വണ്ടിയാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. 1-2 കാര്യങ്ങൾ കൊണ്ട് 17 സിസ്റ്റത്തിൻ്റെ അഡാസ് വരുന്നുണ്ട്, 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, 700 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്, 7 കൊല്ലത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നുണ്ട്. 7 കൊല്ലത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടി എന്ന് ആലോചിച്ച് നോക്കി. അത് ആ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം കൊണ്ടാണ് കമ്പനി അങ്ങനെ ചെയ്യുന്നത്. ഡീസൽ എഞ്ചിൻ കൊടുത്തിട്ടില്ല, പക്ഷേ ഓഫ് കോഴ്സ് ഓൾ വീൽ ഡ്രൈവ് വേരിയൻറ്റ് വരുമായിരിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. വി എക്സ്പെക്ട് ഓൾ വീൽ ഡ്രൈവ് വേരിയൻറ്റ്സ് ടു കം ഇൻ. സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നല്ലൊരു ഓപ്ഷനാണ്, ധൈര്യമായിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. സോ ദിസ് ഈസ് യു ദീപക് രാജൻ, ഡോക്ടർ ഐ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.